അസ്സലാമലൈക്കും. ബ്രോസ്റ്റഡ് ചിക്കന് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയോ? അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ലേശം ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കഴുകിയിട്ട് കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്നാണ് കുത്തി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് കഴുകിയിട്ട് വരാം. ഞാനിതാ ഒരു ബൗൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ബൗളിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ബ്രോസ്റ്റഡ് മസാല വാങ്ങുന്ന സമയത്ത് അതിലുണ്ടാവും ചെറിയൊരു പാക്കറ്റ് ലേശം മസാല. ആ മസാല അതിലിട്ടിട്ട് നല്ല ഒന്നങ്ങാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കന് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേറെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈ മസാല മാത്രം മതി കേട്ടോ. നമുക്ക് വേറെ ആ പാക്കറ്റാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ മസാല മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെക്കേണ്ടത് കേട്ടോ. ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ ശേഷം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ലേശം ബ്രോസ്റ്റഡ് പൗഡറാണ്. അത് വാങ്ങുന്ന സമയത്ത് ആ പെട്ടിയിലുണ്ടാവും കേട്ടോ. ഈ ബ്രോസ്റ്റഡിൻ്റെ പൗഡറും പെട്ടിയിലുണ്ടാവും. ഇനി ലേശം തണുത്ത വെള്ളം കൂടി നമുക്ക് വേണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച തണുത്ത വെള്ളം കേട്ടോ. നല്ല തണുപ്പുള്ള കട്ടായിട്ട് അത് തണുത്ത വെള്ളമാണ് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ആ പൗഡറിലിട്ടിട്ട് നല്ല ഒന്നാണ്ട് പൊതിഞ്ഞു കൊടുക്കണം. ആ പൗഡർ നല്ല പൊതിയണം. അതിനുള്ളിലൊക്കെ നല്ല പൗഡർ ആവണ രീതിയിൽ നല്ല കോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കോട്ടിങ് ചെയ്യുക. എന്നിട്ട് അത് ഫസ്റ്റ് കോട്ടിങ് ആണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ കോട്ടിങ് ചെയ്തത് ഒന്നും കൂടെ ആ തണുത്ത വെള്ളത്തിൽ ഒന്നാണ് മുക്കി കൊടുക്കുക. എന്നിട്ട് ആ പൗഡറിൽ ഒന്നും കൂടി അങ്ങോട്ട് മുക്കിയിട്ട് നല്ല അങ്ങോട്ട് പൗഡർ അതേമേൽ ആക്കി കൊടുക്കണം കേട്ടോ. ഞാനതുപോലെ ഉണ്ടാക്കിയപ്പോൾ ലാസ്റ്റിക്ക് എത്തിയപ്പോൾ എനിക്ക് പൗഡർ തികഞ്ഞില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോട്ടിങ് ഏറ്റാണ് ഞാൻ ചെയ്തത്. അപ്പോൾ വലിയ ഒരു ഉഷാറായിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ എനിക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ എത്രയാണോ നമ്മൾ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പൗഡർ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ വാങ്ങണം കേട്ടോ. ഇനി അതും പെട്ടെന്ന് 2ാം കോട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ പെട്ടെന്ന് ഓയിലാണെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് അതിൽ ഇട്ട് കൊടുക്കുക. നല്ല അങ്ങോട്ട് പൊരിച്ച് എടുക്കണം കേട്ടോ. അതായത് ഒരു 10-15 മിനിറ്റ് എന്തായാലും ഇത് വേവാൻ നമുക്ക് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കാൻ. മറ്റേ പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ റോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ ബ്രോസ്റ്റഡ് ചിക്കൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.